ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും ബിക്കോസ് ഐ വിൽ ബി ഷെയറിങ് മൈ ഓണസ്റ്റ് ജെനുവിൻ സ്കിൻ കെയർ ജേണി. ഞാൻ കുറച്ച് നാൾ മുൻപ് ഈ ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ചെയ്തായിരുന്നു. ആ വീഡിയോ കണ്ടപ്പോൾ കുറച്ച് പേര് എന്നോട് ചോദിച്ചു, കുറേ നല്ല രീതിയിൽ ഡിഫറൻസ് കാണുന്നുണ്ട്, എങ്ങനെയാണ് ഈ ഒരു ഡിഫറൻസ് വന്നതെന്ന്. അപ്പോൾ ആ ഫോട്ടോ ഞാൻ എടുത്തത് ഒരു 7 ഇയേഴ്സ് മുൻപായിരുന്നു. അപ്പോൾ ആ ടൈമിൽ എനിക്ക് സ്കിൻ കെയറിനെ പറ്റി ഒന്നും അറിയില്ല. ഫേസ് വാഷ് യൂസ് ചെയ്യത്തില്ല, സൺസ്ക്രീൻ യൂസ് ചെയ്യത്തില്ല, ലൈക്ക് സ്കിന്നെ ഞാൻ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടായില്ല. പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്യാത്തതുകൊണ്ടും എൻ്റെ സ്കിന്നിൽ കുറേ ഡാമേജ് ഉണ്ടായിരുന്നു, നല്ല ടാൻ ഉണ്ടായിരുന്നു, കുറേ പിമ്പിൾസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കൊറോണയുടെ ടൈമിലാണ്, ജോലിയില്ലാത്ത വീട്ടിൽ ഇങ്ങനെ ഇരുന്ന ടൈമിൽ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്തുകൂടാ. അപ്പോൾ ഞാൻ കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കുറച്ച് ഫേസ് വാഷ് വാങ്ങിച്ചു, ക്രീം വാങ്ങിച്ചു, ഒരു സൺസ്ക്രീനും വാങ്ങിച്ചു. അതുപോലെ കുറച്ച് ഹോം റെമഡീസ് ചെയ്തു തുടങ്ങി. വീട്ടിൽ നമുക്ക് കിട്ടുന്ന പാല് വെച്ചിട്ട് മുഖം ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് നല്ലൊരു ക്ലെൻസറാണ്. അതുപോലെ തന്നെ മഞ്ഞൾ, ഹണി, കേർഡ് ഇതൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങി ഏതൊക്കെയാണ് എനിക്ക് വർക്ക് ആവുന്നത്, ഏതൊക്കെയാണ് എനിക്ക് വർക്കൗട്ട് ആവാത്തത്. ഫോർ എക്സാമ്പിൾ അലോവേറ എനിക്ക് വർക്കൗട്ട് ആവും, എനിക്കത് അലർജി വരും. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. എനിക്ക് വർക്ക് ആവുന്ന പ്രൊഡക്ട്സ് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പ്രോപ്പറായിട്ട് ഫേസ് വാഷും പ്രോപ്പറായിട്ട് മോയ്സ്ചറൈസറും അതുപോലെ തന്നെ വീട്ടിലിരിക്കുമ്പോൾ പോലും ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്ത് തുടങ്ങി. അതും ഞാൻ പറഞ്ഞ പോലെ ഈ ഹോം റെമഡീസും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ സ്കിന്നിൽ ഒത്തിരി വ്യത്യാസം വന്നു തുടങ്ങി. സ്കിൻ കുറച്ചും കൂടിയും ടാൻ ഒക്കെ പോയി തുടങ്ങി. അതുപോലെ തന്നെ കുറച്ചുകൂടി ക്ലീൻ ആയി, കുറച്ചുകൂടി റിഫ്രഷ്ഡ് ഒക്കെ ആയി. ഞാൻ മോർ ദാൻ 4 ഇയേഴ്സ് ആയിട്ട് കാനഡയിലാണ്. അപ്പോൾ ഈ അബ്രോഡുള്ള കുറച്ച് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഓട്ടോമാറ്റിക്കലി കുറച്ച് ചേഞ്ചസ് വരും. കാരണം ഇവിടെ പൊല്യൂഷൻ വളരെ കുറവാണ് നാട്ടിലെ അപേക്ഷിച്ച്. അപ്പം അത് സ്കിന്നിന് നമുക്ക് നല്ലൊരു ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ സണ്ണിൻ്റെ എക്സ്പോഷർ വളരെ കുറവാണ്. സോ നമുക്ക് ടാനിങ്ങും വളരെ കുറവാണ്. കാനഡയിൽ വന്നതിന് ശേഷം ഞാൻ സ്കിൻ കെയർ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. കുറച്ചും കൂടി റിസർച്ച് ചെയ്യാൻ തുടങ്ങി. നല്ല പ്രൊഡക്ട്സിൽ, കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാനൊരു ഫേസ് വാഷ് വാങ്ങുകയാണെങ്കിലും അതുപോലെ തന്നെ ഒരു ക്രീമോ അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ വാങ്ങുകയാണെങ്കിലും ഞാൻ ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആ 2 പ്രൊഡക്ട്സ് ഇൻവെസ്റ്റ് ചെയ്യില്ല. പകരം ഞാൻ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് വാങ്ങുന്ന കുറച്ച് സാധനങ്ങളാണ് ഈ സീറം, അതുപോലെ ടോണർ, ഐ ക്രീം, നല്ലൊരു സൺസ്ക്രീൻ, ഇതൊക്കെ ഞാൻ കുറച്ചും കൂടി എക്സ്പെൻസീവ് പ്രൊഡക്ട്സ് വാങ്ങിച്ചു തുടങ്ങി. അപ്പോൾ അത് സ്കിന്നിൽ കുറച്ച് നല്ല രീതിയിൽ എനിക്ക് വ്യത്യാസം വന്ന പോലെ ഫീൽ ചെയ്തു. നല്ല ബ്രാൻഡ്സിന് നമ്മൾ വാങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്കിന്നിൽ കുറേ നല്ല ഡിഫറൻസ് ആകും. ഞാൻ സ്കിൻ കെയർ വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി കൊറിയൻ സ്കിൻ കെയർ നോക്കി തുടങ്ങി. ഞാൻ കുറച്ച് കൊറിയൻ പ്രൊഡക്ട്സ് വാങ്ങിച്ചു. 10 സ്റ്റെപ്പ് ഒന്നും ചെയ്തില്ല, ബട്ട് ഡബിൾ ക്ലെൻസിങ്, ദെൻ ടോണർ, ദെൻ സിറം, ദെൻ ക്രീം ആൻഡ് സൺസ്ക്രീൻ, ലിപ് ബാം, ഇതൊക്കെ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് എവറി ഡേ യൂസ് ചെയ്യാൻ തുടങ്ങി. ഇത് ചെയ്തു തുടങ്ങിയപ്പോൾ എൻ്റെ സ്കിന്ന് കുറച്ചുകൂടിയും ഗ്ലോയും കുറച്ചുകൂടിയും ഗ്ലാസ് സ്കിന്നൊക്കെ ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഫുഡ് ഹാബിറ്റ്സിലും ഞാൻ കുറച്ച് ശ്രദ്ധിച്ചു തുടങ്ങി. നാട്ടിലെ ഷുഗർ നന്നായിട്ട് കഴിക്കുന്ന ഒരാളായിരുന്നു. ഇവിടെ വന്നപ്പം ഷുഗറിൻ്റെ ഇൻടേക്ക് ഞാൻ കുറച്ച് ഫുഡിൽ നല്ല വെജീസും അതുപോലെ തന്നെ പ്രോട്ടീനും ഫിഷും എല്ലാം നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ സീരിയസ് ആയിട്ട് സ്കിന്ന് ടേക്ക് കെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഡെഫിനറ്റ്ലി കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്കിൻ കെയർ ചെയ്യുക, കുറച്ച് നല്ല പ്രൊഡക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ കുറച്ച് വ്യത്യാസം വരും. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.